ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പം ഞാനിന്ന് തക്കാളി ദോശയാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിപ്പോൾ ഇതൊരു മൂന്നാമത്തെ തവണയാണ് തക്കാളി ദോശ ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട്. റവ, ഗോതമ്പ് പൊടിയൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. പച്ചരി, ഉഴുന്ന്, ഉലുവ, കുറച്ച് ചോറും കൂടെ ചേർത്തരച്ച മാവാണ്. അപ്പോൾ ഇത് തലേ ദിവസം ഞാൻ ആട്ടി വെച്ചതായിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മാവൊക്കെ നല്ലോണം പൊന്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ഉണക്കമുളകിൻ്റെ എണ്ണ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടൊക്കെ എടുക്കാം. പിന്നെ കുരുമുളക് എടുക്കാം, പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ഉണക്കമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ നല്ല ജീരകമാണ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ട് ചതച്ച് വെച്ചതാണ്. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് എടുക്കാം. പിന്നെ ചിലവർ മറ്റേ കുരുമുളക് അതുപോലെ തന്നെ പെരിഞ്ചീരകമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഞാൻ ഇത്ര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് മാവിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഞാനത് മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ മല്ലിയില വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മാവിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഇനി മാവിൽ ഞാനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്ക് നേരെ ദോശ ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ കുറച്ച് കന ഇല്ലാതെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ കുറച്ച് കനത്തിൽ കുട്ടി കുട്ടി ദോശയായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നെയ്യിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർ നെയ്യ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ജീരകമൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ്. അങ്ങനെ ഞാൻ എല്ലാ ദോശയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ചമ്മന്തി കേട്ടോ, സാധാരണ നമ്മുടെ ചമ്മന്തി, വെള്ളച്ചമ്മന്തി. ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാനിതാ തേങ്ങ, പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചതിന് ശേഷം ഞാൻ ഒരു തരി പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, കുറച്ച് ഉഴുന്ന്, ഉണക്കമുളക്, കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാം. പക്ഷേ ഞാൻ ആ പരിപാടി ചെയ്യുന്നില്ല, ഇവിടെ വലിയ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ തക്കാളി ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ദോശ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി നോക്കൂ, കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.